കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ദിവസം ഈ പ്രതികളുടെ മാനസികാരോഗ്യം, സാമൂഹിക അവസ്ഥ എന്നിവയെ പറ്റിയുള്ള റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തോട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അത് കോടതിയിലേക്ക് എത്തിച്ചോ? അത്തരം റിപ്പോർട്ടുകളൊക്കെ കൂടി കോടതി പരിഗണിച്ചിരുന്നു. അതിനുള്ള സമയവും കാര്യങ്ങളും ഒക്കെ തന്നെ കോടതി നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ടും ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതി സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത്. കാരണം നേരത്തെ ഇത് അപൂർവമായിട്ടുള്ള കാര്യം എന്ന ഒരു ഇത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ 15 പ്രതികൾക്കും വധശിക്ഷ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് നമ്മുടെ രഘു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കോടതിക്കകത്ത് നിന്നുള്ള വിവരങ്ങൾ രഘു നൽകുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു കേസായിരുന്നു. പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി പരിഗണിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ കാരണം ഇത്തരത്തിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ എല്ലാ 15 പ്രതികൾക്കും വധശിക്ഷ എന്ന വിവരമാണ് വരുന്നത്. എല്ലാവർക്കും ജീവപര്യന്തം കഠിന തടവുമുണ്ട്. 15 പ്രതികൾക്കും വധശിക്ഷ. ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. എല്ലാവർക്കും ജീവപര്യന്തം കഠിന തടവും വിവിധ വകുപ്പുകളിൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 15 പ്രതികൾക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. 15 പ്രതികൾക്കും വധശിക്ഷ ആണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. രാഗൻ, വിവരങ്ങൾ. ആര്യ, വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ് മാവേലിക്കര സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. ആ 15 പ്രതികൾക്കും പരമാവധി ശിക്ഷ തന്നെ, വധശിക്ഷ തന്നെ കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതായത് അപൂർവമായിട്ടുള്ള ഒരു കേസ് എന്ന് പ്രോസിക്യൂഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും ജീവപര്യന്തം കഠിന തടവ് കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. എല്ലാ വകുപ്പുകളും നിലനിൽക്കുന്നത് എന്നതാണ് കോടതി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പരമാവധി ശിക്ഷ കോടതി ഇപ്പോൾ ഈ പ്രതികൾക്ക് നൽകിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ വ്യക്തമായിരുന്നു. ആ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നത് വലിയ ഗൗരവത്തോടുകൂടി തന്നെ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഈ PFI നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയപ്പോൾ ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിവിധ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ പ്രോസിക്യൂഷന് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു.